അപ്പോൾ ഇതിലിരുന്ന കടലാസ് എല്ലാം ആണ് ഈ ഇരിക്കുന്നത്. അത് എവിടെയാണെന്ന് വെച്ചാൽ സൂക്ഷിച്ചുകൊള്ളുക. പിന്നെ ഇതിൻ്റെ പേരെന്താ? ലീന. അടുത്ത ആള് പ്രിയാശാലി. അവിടെ തന്നെ ഒരു 10-15 ഏക്കർ സ്ഥലം ഉള്ളടയാണ്. അത് നല്ല ആദായമുള്ള. ഈ മുഹമ്മൂടി കേസില് ശരിയാണെന്ന് എനിക്കറിയില്ല. ഈ ചാക്കോ സൂപ്രണ്ടിന് അന്ന് പത്തനംതിട്ട ആണ് സബ് ഇൻസ്പെക്ടറുടെ ഓഫീസ്. പത്തനംതിട്ടയാണ് അന്ന് അടൂർ സർക്കിളില്ല പോലീസ്. പത്തനംതിട്ട സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ഒരു PK നാരായണൻ കാലത്താണ് നടന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം ഞങ്ങളൊക്കെ കൂടുതൽ സാമ്പത്തിക സൗകര്യമുള്ള വീടാണ് കുണ്ടള. ഞങ്ങൾ വിളിക്കുന്ന മണ്ണട കുണ്ടൻ, കുണ്ടട മണ്ണൻ. അയാളുടെ മൂത്തയേട്ടൻ ഗോപാലൻ. പിന്നെ ഓച്ചിറ വിദ്വാനം MK അച്യുതന്റെ മോളെയാണ് കെട്ടിയത്. ഇവിടെ 2 പിള്ളേരായപ്പോൾ അവരുമായിട്ട് ഉടക്കി കേസായി, ബന്ധം ഒഴിഞ്ഞു. പുള്ളി 2 കൊല്ലത്തിന് മുമ്പായിരുന്നു. പിന്നെ വർക്കലയിൽ നിന്നൊരു കല്യാണം. പിന്നെ വർക്കലയിൽ കല്യാണം. അതിന് എന്തെങ്കിലും അറിയാവുന്ന ഓർമ്മയുള്ള ആളുകൾ പലരും കടന്നുപോയി. ഇപ്പോഴത്തെ ആളുകൾക്ക് വലിയ പഴയ കാര്യങ്ങളൊന്നും അറിയുകയില്ല. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ സലീംകുട്ടി എന്നോട് പറഞ്ഞു, ആ ചെയറിലോട്ട് ഇച്ചിട്ട് അടുത്തിട്ടിരുന്ന് സംസാരിക്കും. സാറേ ഒന്ന് ഓർത്തെടുക്കേണ്ടുന്ന 1-2 സംഭവങ്ങളുണ്ട്. അതൊന്ന് പഴയ പഞ്ചാബി കൊലക്കേസുണ്ട്. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന സാറിന്റെ ഓർമ്മകളിലുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരാം. ഓർത്തെടുക്കേണ്ട കാര്യമില്ല. ഇന്നലെ അനുഭവപ്പെട്ടത് കൂടെ തോന്നുന്നതാണ്. അത് കഴിഞ്ഞ് ഈ ചാണ്ടിമാണിയുടെ കാലം കഴിഞ്ഞിട്ട് ജോസഫ് വന്നപ്പോൾ നാട്ടുകാരുമായി പലപ്പോഴും അച്ഛൻ വീട്ടിൽ